കേരളത്തെ നടുക്കിയ ആ കറുത്ത ജൂൺ 22-ന് ഇന്ന് കാൽ നൂറ്റാണ്ട് തികയുന്നു. മലയാളി മനസാക്ഷിയെ ഉലച്ച ആ കടലുണ്ടി തീവണ്ടി യാത്രാ ദുരന്തത്തിന് ഇന്ന് കൃത്യം 25 വർഷം തികയുകയാണ്. 2021 ജൂൺ 22-ലെ ഒരു സാധാരണ കാലവർഷ സായാഹ്നമാണ് മിനിറ്റുകൾക്കകം നിലവിളികളും കണ്ണീരും നിറഞ്ഞ ഒരു ദുരന്ത യാത്രയായി മാറിയത്. മംഗലാപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് കുതിച്ചുപാഞ്ഞ ചെന്നൈ മെയിൽ കടലുണ്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച ആ കറുത്ത ഓർമ്മയ്ക്ക് കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും ഇന്നും ആ നോവ് മലയാളിക്കൊട്ടും മാറിയിട്ടില്ല. അന്ന് വൈകുന്നേരം കൃത്യം 5 മണി കഴിഞ്ഞ സമയത്താണ് ആ ദുരന്തം സംഭവിക്കുന്നത്. കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി സ്റ്റേഷൻ പിന്നിട്ട് 924 പാലത്തിലേക്ക് പ്രവേശിച്ചു. എഞ്ചിന് മുന്നിലെ 12 ബോഗികളും പാലം കടന്നുപോയ ആ നിമിഷത്തിലാണ് ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദത്തോടെ പാലത്തിന്റെ ഗാർഡറുകൾ തകർന്നു വീഴുന്നത്. ട്രെയിനിന്റെ പിൻഭാഗത്തെ 6 ബോഗികൾ പാളം തെറ്റി. അതിൽ 3 ബോഗികൾ കുതിച്ചൊഴുകുന്ന കടലുണ്ടിയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. ഫസ്റ്റ് ക്ലാസ് AC കോച്ചുകൾ ഉൾപ്പെടെയുള്ള മറ്റു ബോഗികൾ പാലത്തിനും പുഴയ്ക്കും ഇടയിൽ മരണപ്പാച്ചിലെന്നോണം തൂങ്ങിക്കിടന്നു. ഒരു കാൽ നൂറ്റാണ്ടിനപ്പുറവും നമ്മൾ കടലുണ്ടിയെ ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തുന്നതിന് മുൻപേ പുഴയിലെ മണൽ തൊഴിലാളികളും പ്രദേശവാസികളും കനത്ത മഴയെയും ഒഴുക്കിനെയും അവഗണിച്ച് പുഴയിലേക്ക് ചാടി. റെയിൽവേ കോച്ചുകളുടെ അഴികൾ കമ്പിപ്പാര കൊണ്ട് തകർത്തു. ഉള്ളിൽ കുടുങ്ങിയ 100 കണക്കിന് യാത്രക്കാരെ അവർ പുറത്തെടുത്തു. പിന്നീട് ബേപ്പൂരിലെ ഫയർഫോഴ്സും ഗലാസികളും സൈന്യവുമെല്ലാം രക്ഷാപ്രവർത്തനത്തിനായി പങ്കാളികളായി. അന്ന് പുഴയിൽ വെള്ളം കുറവായിരുന്നത് കൊണ്ട് മാത്രമാണ് മരണസംഖ്യ അധികം കൂടാതിരുന്നത്. 250-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എങ്കിലും ആ ദുരന്തം 52 മനുഷ്യജീവനുകളാണ് കവർന്നത്. 250-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്ന് 25 വർഷങ്ങൾ പിന്നിട്ടിട്ടും ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. 140 വർഷത്തോളം പഴക്കമുള്ള റെയിൽവേ പാലത്തിന്റെ ഒരു തൂൺ ചെരിഞ്ഞ് താഴേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് റെയിൽവേയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട്. എന്നാൽ ഇത് റെയിൽവേയുടെ അനാസ്ഥ മറയ്ക്കാനുള്ള വാദമാണെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. തകർന്ന ആ പഴയ തൂണിന്റെ മുൻഭാഗം ഇന്നും ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ആ ദുരന്തത്തിന്റെ സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പുതിയ ട്രെയിനുകളും ആധുനിക സംവിധാനങ്ങളും വന്നാലും കടലുണ്ടി പാളം കടന്നു പോകുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ 25 വർഷം മുൻപുള്ള ആ കറുത്ത ജൂൺ 22-ന്റെ ഓർമ്മകൾ മിന്നി മറയാതിരിക്കില്ല.